ഇവിടെ പൊലിഞ്ഞത് 30-ലധികം ജീവനുകൾ. എന്തിനാണ് നാം കുടുംബങ്ങളെ അനാഥമാക്കുന്നത്? ഇത് തിരുവനന്തപുരം മേലേക്കടവ് ആർ. നമസ്കാരം, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പൊലിഞ്ഞത് 30-ലധികം ജീവനുകൾ. ഈ കാണുന്ന ഫോട്ടോകൾ ഇവിടെ മരിച്ചവരുടെ ഫോട്ടോകളാണ്. ഇവിടെ കുളിക്കാൻ വരുമ്പോൾ വളരെ മനോഹരമായി കിടക്കുന്ന കരമനയാറാണിത്. ഇത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മേലേക്കടവ് ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു കടവാണ്. ഇവിടെ ഇതുവരെ പൊലിഞ്ഞത് 30-ൽ കൂടുതൽ ജീവനാണ്. കുറച്ചു നേരത്തെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഈ ആറ്റിൽ കുളിക്കാൻ വരുമ്പോൾ നമ്മൾ നമ്മുടെ കുടുംബത്തെയാണ് മറന്നു പോകുന്നത്. ഈ മേലേക്കടവ് ഭാഗത്ത് നിങ്ങൾ കുളിക്കാൻ വരുമ്പോൾ വളരെ സൂക്ഷിച്ച് ഈ ആറ്റിൻ്റെ ഒരു കരയിൽ നിന്ന് മാത്രം കുളിക്കുക. ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ കാണാൻ വളരെ മനോഹരമായ ഒരു തീരമാണ്. എന്നാൽ വളരെ അപകടം പതിയിരിക്കുന്ന ഒരു മേഖലയാണ് ഈ മേലേക്കടവ് ആറ്റിൻ്റെ ഭാഗം. ഇപ്പോൾ ഈ മരിച്ചു കൊണ്ടുപോകുന്ന സഹോദരൻ ഒരുപാട് ജീവിതം സ്വപ്നം കണ്ട ആളായിരിക്കാം. ഇപ്പോഴും അനേകം ചെറുപ്പക്കാരാണ് ഇവിടെ കുളിക്കുവാനായിട്ട് വരുന്നത്. വളരെ അപകടം നിറഞ്ഞ ഈ ഭാഗങ്ങളിൽ ഇവർക്ക് എവിടെയാണ് കുഴിയെന്നറിയില്ല. ഇവിടെ വന്ന് കുളിച്ചിട്ട് പോകണമെന്ന് നിർബന്ധമുള്ളവർ മാക്സിമം ഒരു വശത്ത് നിന്ന് കുളിക്കുക. നമുക്ക് ഒരു സൈഡിൽ ഒതുങ്ങി നിന്ന് കുളിക്കുവാനുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ ഈ അപകടമുള്ള കയങ്ങളിൽ ആരും ഇറങ്ങരുത്. ഇവിടെ മരണപ്പെട്ടത് 30ഓളം പേരാണെങ്കിലും അപകടത്തിൽപ്പെടുന്നത് അതിൻ്റെ ഇരട്ടിയിലുള്ള ആൾക്കാരാണ്. ഇവിടെയുള്ള നാട്ടുകാർ പലപ്പോഴും അവർ ഇടപെട്ട് അവരെ രക്ഷപ്പെടുത്തിയ കേസുകൾ ഒരുപാടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് 5-6 പേരുടെ ഫോട്ടോ മാത്രമാണ്. എന്നാൽ അതിനുശേഷവും അതിനു മുമ്പും അനേകം ചെറുപ്പക്കാർ ഇവിടെ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ കുഴിയൊന്നുമില്ലെന്ന്. എന്നാൽ ഇത് മണലെടുത്തതും കല്ല് വെട്ടിയതുമായ ഒരുപാട് കുഴികൾ ഈ ആറ്റിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഇനി ആർക്കും ഇങ്ങനൊരു അപകടം സംഭവിക്കാതിരിക്കട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യൂ, അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.